ഞാൻ എന്തിനാണ് ദുഃഖകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നത്? ഒരു പോംവഴിയുണ്ടോ? ഇപ്പോൾ ദൈവം എവിടെയാണ്? ഇന്ന് നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുകയാണോ? അങ്ങനെയെങ്കിൽ ചെങ്കടൽ അത്ഭുതം ഓർക്കുക. മോശ പോരാട്ടത്തിന്റെയും വേദനയുടെയും പരീക്ഷണത്തിന്റെയും കഠിനമായ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി. ആ ദിവസം അദ്ദേഹത്തിന് ഇരുവശങ്ങളിലും പർവ്വതങ്ങളും മറുവശത്ത് ചെങ്കടലും പിന്നിലായി ഈജിപ്തിൽ നിന്നുള്ള സായുധ ശത്രുക്കളും ഉണ്ടായിരുന്നു. എങ്ങോട്ടും ഓടി പോകാൻ ഒരിടവുമില്ലായിരുന്നു. ദൈവം ഏതെങ്കിലും ഒരു വശം തുറന്നിട്ടിരുന്നെങ്കിൽ അവർ ആ വശത്തുകൂടി പോകുമായിരുന്നു. അവർക്ക് ഈ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ സാധ്യമല്ലാതെ വരുമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം 4 വശങ്ങളും അടച്ചു കളഞ്ഞത്. എന്നിരുന്നാലും ദൈവം ഒടുവിൽ അസാധ്യമായ ഒരു സാഹചര്യത്തിൽ നിന്ന് അവനെയും അവന്റെ ജനത്തെയും രക്ഷിച്ചുവെന്ന് അറിയുന്നത് വളരെ ആശ്വാസകരമാണ്. ഒരു വഴിയുമില്ലെന്ന് തോന്നിയ സാഹചര്യത്തിൽ ഒരു വഴി ദൈവം ഉണ്ടാക്കി. കർത്താവ് പറയുന്നത് ഇതാണ്: കടലിലൂടെ ഒരു വഴിയും പ്രക്ഷുബ്ധമായ വെള്ളത്തിലൂടെ ഒരു പാതയും ഉണ്ടാക്കിയവനാണ് ഞാൻ. രഥങ്ങളെയും കുതിരകളെയും ശക്തമായ സൈന്യങ്ങളെയും പരാജയപ്പെടുത്തിയവൻ ഞാൻ തന്നെ. അവർ ഒരുമിച്ച് വീണു, ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല. അവർ നശിപ്പിക്കപ്പെട്ടു. ദൈവത്തിന്റെ കഴിവിലും ശക്തിയിലും കരുണയിലും വിശ്വാസം അർപ്പിക്കുക. കർത്താവ് പറയുന്നു, മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് മറക്കുക, ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഞാൻ ചെയ്യാൻ പോകുന്ന പുതിയ കാര്യം നോക്കൂ. അത് ഇതിനകം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് കാണുന്നില്ലേ? ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും വരണ്ട ദേശത്ത് നദികളും ഉണ്ടാക്കും. യെശയ്യാവ് അദ്ധ്യായം 43 വാക്യങ്ങൾ 16 മുതൽ 19 വരെയുള്ള ഭാഗങ്ങൾ കാണുക. സാമ്പത്തികമായോ ശാരീരികമായോ വൈകാരികമായോ ബന്ധപരമായോ നിങ്ങൾ ഇപ്പോൾ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുണ്ടാകാം. എന്നാൽ ഓർക്കുക, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. മോശയ്ക്കും ഇസ്രായേല്യർക്കും അവൻ ഒരു വഴിയൊരുക്കിയതുപോലെ അവൻ നിങ്ങൾക്കും ഒരു വഴിയൊരുക്കും. അതിനാൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുക, പ്രത്യാശിക്കുക, മുന്നോട്ട് പോകുക. നിങ്ങളുടെ മുന്നേറ്റം അതിന്റെ പാതയിലാണ്. നിങ്ങളുടെ വഴി തടസ്സം ചെയ്യുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. കർത്താവ് പറയുന്നത് ഇതാ, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടയ്ക്കാൻ കഴിയില്ല എന്നാണ്. ഇതിനോടകം തന്നെ ആ വാതിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. ആ വാതിലിലൂടെ നിങ്ങൾ പ്രവേശിച്ചാൽ മാത്രം മതിയാകും. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ നിങ്ങളുടെ സഹോദരൻ MV അലക്സാണ്ടർ, പത്തനംതിട്ട.